രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ മുതുക്ക് മഴ കഴിച്ചു. ഇന്നലത്തെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. ഞാൻ 7 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് ബാഗും പാക്ക് ചെയ്ത് വീണ്ടും ഇറങ്ങുകയാണ് ഗൈസ്. അച്ഛാ അമ്മ പോയിട്ടാ അമ്മ ടാറ്റ. അവര് ഫുൾ ഓൺ ഫുൾ കല്യാണം വിളി. എന്റെ കല്യാണം വിളി ഒരിടത്തും ആയില്ല ഗൈസ്. ഈ സേവ് ദ ഡേറ്റ് ഒന്ന് ഒതുക്കിയിട്ട് വേണം. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം സന്ദീപ് വർഷം കൊണ്ട് അങ്ങോട്ട് വന്നോളും. ഞാനിപ്പോ നേരെ നമ്മുടെ പയ്യന്മാര് വന്നു അവന്മാരുമായിട്ട് ലൊക്കേഷന് പോകണം. ഇന്ന് ഫുൾ ഓൺ ഫുൾ ഇതായിരിക്കും എൻ്റെ കോസ്റ്റ്യൂം ഗൈസ്. അപ്പോൾ നേരെ മേളിൽ കയറി ഷൂട്ട് തുടങ്ങാം. ആൻഡ് വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഓരോ ദിവസം കഴിയുന്തോറും കല്യാണം അങ്ങ് അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ബോയ്സ്. നീ എന്തിനു പറയാൻ പോയാ? എന്തോ അവന്മാര് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട്. ഓക്കെ എടാ, എങ്ങോട്ടാണ് ആദ്യത്തെ ലൊക്കേഷൻ? കഴക്കൂട്ടം. ഓഫ് ടു കഴക്കൂട്ടം. അവിടെ ഇന്ന് തീർക്കൂലേ നമ്മള്? മഴ ഉണ്ടെങ്കിൽ മഴയല്ലേ? അതിന് മുന്നേ പെയ്ത് കഴിഞ്ഞാ കൊള്ളാവാടാ. മോൺ ബ്ലാങ്ക് അല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ തുടങ്ങുകയാണ്. ലെറ്റ്സ് ഗോ. ആറ്റ് നോറ്റിരുന്ന ഒരു സേവ് ദ ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് മഴ മാറണില്ലല്ലോടാ. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റും തോന്നുന്നു. നമ്മളിപ്പോ എത്ര 2 മണിക്കൂർ പോയി. 2 മണിക്കൂർ മഴ കൊണ്ടുപോയി. മഴ, വെറും മഴ, വേറെ ഒന്നുമില്ല. മഴയോട് മഴ. അപ്പോൾ വിചാരിച്ചാൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചായ എങ്ങാനും കുടിക്കാൻ കഴിയും. മഴ മാറാതെ ഒന്നും നടക്കാൻ പോണില്ല. ഓക്കെ, നമ്മളെന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്. 2ാമത്തെ ദിവസം ഗോൾഫ് ലിങ്സിലെത്തി. എന്റെ കുട കളക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി. എടാ, നിങ്ങൾ പറന്നു പോവല്ലേ അത് പിടിച്ചോണ്ട്? ഏതാടാ അത്? വീട്. എടാ പക്ഷെ കിടില ആംബിയൻസ് കേട്ടോടാ. മഴയൊക്കെ പെയ്തിട്ട് ആഹാ. ഇനി മഴയത്ത് ഷൂട്ട് ഗൈസ്. ഹൈ 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 ഹൈ. റെഡിയാകട്ടെ. പക്ഷെ ഓടിക്കോ ഗൈസ്. ഇപ്പൊ നമ്മൾ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ അവന്മാര് ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാം. അനന്തു അവിടെ ഒന്ന് വന്നു ഗൈസ്. അളിയാ നമ്മളിനി തിരിച്ചോറണം. തിരിച്ച് കൈയും പിടിച്ചോറണം. ഞങ്ങൾ കൈയും പിടിച്ചോണ്ടിട്ട് വരാം. ഓ, ഇവിടത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് മഴ പെയ്ത് ഗൈസ്. എടി എന്താടി എസ്തെറ്റിക് വ്ളോഗ് വന്നു കഴിഞ്ഞാൽ എന്നായി പോകും. പക്ഷെ നല്ലതായിട്ട് പോയില്ലേ ഷൂട്ട്? മക്കളെ, നീ മഴ തന്നെയാണ്. കുട എവിടെ പോയി നിന്റെ? നീ എവിടെയാടാ അവനെ പിടിച്ചോണ്ട്? നീ നിങ്ങൾ ഉണ്ടോ കുടയൊക്കെ ഇറക്കിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷൂട്ട്? ഇന്ന് അടിപൊളിയായല്ലേ? പക്ഷെ ഇന്നലെ രാത്രി കിടിലായില്ലേ? ആണ് എസ്തെറ്റിക് ഗൈസ്. ഇതാണ് എസ്തെറ്റിക്. വാ. ഓക്കെ ഗൈസ്, ഇനി ബാക്കി ഷൂട്ടിലേക്ക് നിങ്ങൾ കിടക്കട്ടെ പതുക്കെ. അവർ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി അങ്ങോട്ടാ അടുത്തത്? അളേ അനന്ത്, നീ എപ്പ എത്തിയടാ? അതല്ല, നീ ട്രിവാൻഡ്രത്ത് എപ്പ എത്തിയെന്ന്? ആണാ? ഇന്ന് ബ്രേക്ക് അല്ലേ? എടാ ഇന്നലെ എന്നെ രാവിലെ ഇറങ്ങിയടാ. എന്നിട്ട് ഷൂട്ട് തുടങ്ങണത് രാത്രി 7 മണിക്ക്. ആദ്യം ഇവിടെ വന്ന് അപ്പോഴത്തേക്ക് കോസ്റ്റ്യൂമിന്റെ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. ആരാ കോസ്റ്റ്യൂം എടുക്കാൻ പോയേ? ഞാൻ പറയില്ല, വേണേ തുപ്പി കാണിച്ചു തരാം. ജോർജിയ പോവാ, എയർപോർട്ടിലോട്ട് പോവാം. ഇനി ഡിലേ ആക്കണ്ട. ഓ, ഞാൻ ഗിരീഷ് അണ്ണൻ അടുത്ത് ഓട്ടം കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സെറ്റ് ആയിക്കോട്ടെ. ഗിരീഷ് അണ്ണൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു ഗ്ലാമർ കൂടിയാണ്. ഞാനിങ്ങനെ ആക്കിയപ്പോ എന്റെ അത്രയ്ക്ക് കൂടിയില്ല. സന്ധ്യയുണ്ട് അണ്ണാ. എന്തോ ഒരു ഷോട്ട് ഉണ്ട്, നമുക്ക് എടുക്കാതെ. അണ്ണൻ ഡബിൾ സെറ്റ്. ഇല്ല കറക്റ്റ്. അതെ, 2 മണിയായി സുഹൃത്തുക്കളെ. അത് അവന്റെ എസ്തെറ്റിക് ഫോട്ടോഗ്രാഫി കാരണം ലേറ്റ് ആയതാണ്. ഇപ്പൊ എടുക്കാണ്ട നമുക്ക്. ജോഷേടാ സെറ്റ് എസ്തെറ്റിക് ഫോട്ടോഗ്രാഫിയുടെ ആള്. എന്താടാ നോക്കുന്നേ? അല്ല, അതിന് സ്പെഷ്യൽ ഷൗട്ട് ഔട്ടോടാ.
ഓക്കെ, ഇനി വർഷയുടെ ഷോട്ടുള്ള കഴിഞ്ഞ അവള് ജയലക്ഷ്മി സിൽസിലോട്ട് അച്ഛനും അമ്മ അവിടെ നിൽക്കണം. അപ്പൊ എന്തോ ഡ്രസ്സ് എടുക്കണ സെറ്റപ്പായിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ ഇനി ഷൂട്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. ഓട്ടോക്കകത്തുള്ള ഷോട്ടുകൾ നമ്മൾ എടുത്തെടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോക്കകത്താണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എയർപോർട്ടിലോട്ട്. ഓക്കെ ചേട്ടാ ചേട്ടാ ഒന്ന് പെട്ടെന്ന് എയർപോർട്ടിലോട്ട് ഒന്ന് കൊണ്ടാക്കി തരുവാ ചേട്ടാ. ഒന്ന് പെട്ടെന്ന് പോകോട്ടാ. ചേട്ടാ ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരുവാ പ്ലീസ്. ഇന്നലത്തെ പോകില്ലേ ചേട്ടാ നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് ആക്കി തരണുണ്ടാ. ഇത് 42 ആംഗിളിൽ എടുത്ത് മതിയാടാ. ആ ഓക്കെ, ഇനി അടുത്ത എയർപോർട്ടിലാ. എയർപോർട്ടിൽ പോയിട്ട് വല്ല മാമുണ്ട ഗൈസ് കണ്ണു കാണാൻ വയ്യ. എയർപോർട്ട് സീനുകൾ എടുക്കാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓട്ടോ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. മറ്റേ ഓട്ടോ വന്ന് നിന്നിട്ട് ഞാൻ ചാടി ഇറങ്ങണ സീന്. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പോകും. സെറ്റല്ലേടാ? എന്താ മുടിയൊക്കെ മിന്നൽ മുരളി. ഞാനിതൊന്ന് ഇതും കൂടെ ഒന്ന് കറിയിട്ട് വരാം. ഇനി ഫുൾ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓട്ടത്തിന്റെ ഷൂട്ടുകളാണ് കേസ്. ശംഖുമൂത്ത് വന്ന് കേസ്. ഇവിടെ തെക്ക് വടക്കന ഓട്ടം. ആൻഡ് ഈ ഓട്ടത്തോടു കൂടി നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി എന്തോ ഒരു VFX ചെയ്യാനായിട്ട് ടയർ പഞ്ചർ ആവണേന്നൊരു ഷോട്ട് എടുക്കണം. ഒരു ഷോട്ടും കൂടെ എടുക്കാനുള്ള. അതോടുകൂടി ഇന്നത്തെ ഷൂട്ട് കഴിയും. എന്നിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. നാളെയാണ് ഗൈസ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ആക്ടിങ് വർക്ക്ഷോപ്പ്. സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടിന് മുന്നേ ആയിരുന്ന ആക്ടിങ് വർക്ക്ഷോപ്പ് എങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇതിൽ പൊളിച്ചേന്. എന്തായാലും ഇനി നമുക്ക് ആ ഒരു ഷോട്ട് എടുത്തോട്ടെ. അങ്ങനെ നീണ്ട 2 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം സുഹൃത്തുക്കളെ നമ്മൾ പാക്കപ്പ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് ആൾക്കാർ വീഡിയോ ഓൾറെഡി കണ്ടു കാണും. അതെ, അതിന്റെ കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടത്. അല്ല, ഇത് അത് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഓ അവനൊരു ചായ മടമായി കൂടെ. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, 2 ദിവസം അങ്ങനെ ഞങ്ങള് ഷൂട്ട് ചെയ്ത് തകർത്തു. രസമുണ്ടായിരുന്നു കേട്ടാ. രസമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി സ്റ്റാർട്ടിങ് കുറച്ച് ഇതായെങ്കിലും പിന്നെ ഇതുവരെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ അഭിനയിച്ച് കുളമാക്കി കാണും. ബട്ട് ദ പ്രോസസ് വാസ് റിയലി ഗ്രേറ്റ്. ആൻഡ് ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു ഗൈസ്. ഇനി ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പതുക്കെ ചലിക്കട്ടെ. അങ്ങനെ സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് ഗൈസ്. എൻ്റെ പൊന്നി 2 ദിവസം എന്തായിരുന്നു. ഇതിൻ്റെ ഔട്ട് ഇതിപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇത് ഇറങ്ങിക്കാണും. യൂട്യൂബിൽ 2 മിനിറ്റിനിടയ്ക്ക് അവൻ കോപ്പിറൈറ്റ് സോങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് യൂട്യൂബിൽ ഇത് 2 പാർട്ടായിട്ടായിരിക്കും പറഞ്ഞത്. അതൊരു ബോർ പരിപാടി എനിക്കറിയാം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഇൻസ്റ്റഗ്രാമിൽ ഫുള്ളായിട്ട് ഒറ്റ സ്ട്രെച്ചിന് ഇടാൻ പറ്റും. നല്ല 2 ദിവസമായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ സേവ് ദ ഡേറ്റിനെക്കാട്ടിയും കൂടുതൽ അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അങ്ങനെ എനിക്ക് അധികം സമയം കിട്ടാറില്ല നമ്മൾ ഈ ഓട്ടത്തിൻ്റെയും ബളത്തിൻ്റെയും വ്ളോഗിൻ്റെയൊക്കെ ഇടയ്ക്ക്. എന്തോ 2 ദിവസം നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളിതിൻ്റെ ഫുൾ ഔട്ട് കണ്ട് കാണും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. നാളെ ഇനി നമ്മുടെ വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് മഞ്ജു ചേച്ചിയുടെ. അപ്പോൾ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങട്ടെ. വർക്ക്ഷോപ്പിന് പോകണം. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് വർക്ക്ഷോപ്പാണ്, മറ്റേ വർക്ക്ഷോപ്പല്ല. ഓക്കെ ഗൈസ്, ബൈ. എന്താ അല്ലേ, ഓരോ ദിവസം ഓരോ പുതിയ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ഫീലിംഗ് ലക്കി. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.